ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാജീസ് ഡിലൈറ്റ്. ഇന്ന് നേന്ത്രപ്പഴം വെച്ചിട്ട് നമുക്കൊരു അടിപൊളി അടി ഉണ്ടാക്കാം. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അടയുടെ ഉള്ളിൽ വെക്കാനുള്ള ഒരു ഫില്ലിംഗ് ഉണ്ടാക്കാം. അതിനു വേണ്ടി ഒരു കടായി ചൂടാക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടാവുമ്പോൾ കുറച്ച് കാഷ്നട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. കാഷ്നട്ട് ഒന്ന് കളർ മാറി തുടങ്ങുമ്പോൾ അതിലേക്ക് കുറച്ച് മുന്തിരി ചേർക്കുക. കാഷ്നട്ടിനും മുന്തിരിക്കൊന്നും പ്രത്യേകിച്ച് അളവില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ചേർക്കാം. മുന്തിരിയൊക്കെ ഇതേപോലെ നല്ല ബോളായിട്ട് വീർത്ത് വരുമ്പോൾ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതൊരു ചെറിയ തേങ്ങ ഫുള്ളായിട്ട് ചിരകിയതാണ്. ഇത് 1½ കപ്പൊക്കെ ഉണ്ടാവും. ഇതിൽ നിന്ന് ഏകദേശം 1 പിടി തേങ്ങ ഞാൻ പിന്നീട് ചേർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് തേങ്ങയുടെ കളർ മാറുന്ന വരെ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് നെയ്യും തേങ്ങയും കൂടി മിക്സ് ആവണ വരെ ഒന്ന് ചൂടാക്കുക. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി 2 ഏലക്ക കുറച്ച് പഞ്ചസാര ചേർത്ത് നന്നായി പൊടിച്ചെടുക്കുക. എന്നിട്ട് അതും ചേർക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ചൂടാറാൻ വെക്കുക. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ തേങ്ങയൊക്കെ ചൂടാറട്ടെ. അപ്പോഴേക്കും നമുക്ക് അടയുടെ ആ ബേസ് ഉണ്ടാക്കാം. അതിന് വേണ്ടി 2 നേന്ത്രപ്പഴം എടുക്കാം. നല്ല കറുത്ത് പഴുത്ത പഴമായാലും പേടിക്കാനൊന്നുമില്ല, ധൈര്യമായിട്ട് എടുക്കാം. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ മിക്സിയിൽ ഇട്ട് കൊടുക്കുക. അടുത്തത് 1½ കട്ട ശർക്കര ചീവിയിട്ട് ഇല്ലെങ്കിൽ പൊടിച്ചിട്ട് ചേർക്കുക. ഇത് നല്ല ശർക്കരയാണ്, ഇതിൽ കല്ലും പൊടിയൊന്നും ഇല്ല. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഉരുക്കിയെടുക്കുക. എന്നിട്ട് അരിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുക. പിന്നെ 2 ഏലക്കയുടെ കുരുവാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം നല്ല ഫൈനായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക. മധുരമൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരല്പം ഉപ്പ് ചേർത്തോളാം. ഞാനത് ആദ്യം മറന്നുപോയി, അതാണ് ഇപ്പോൾ ചേർത്തത്. ഇനി അതൊന്നുകൂടി അടിച്ചെടുക്കുക. ഇതാ നോക്ക്, നല്ല ഫൈനായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുക. എന്നിട്ട് കുറച്ചായിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഗോതമ്പ് പൊടിയുടെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി ഇല്ലെങ്കിൽ റാഗിപ്പൊടി ഒക്കെ ചേർക്കാം. പക്ഷെ പഴവും ഗോതമ്പ് പൊടിക്ക് ഒരു പ്രത്യേക കോമ്പിനേഷനാണ്. അപ്പോൾ അതാണ് ഇങ്ങനെ ഉണ്ടാക്കണേ. ഇത് ചപ്പാത്തിക്ക് കുഴക്കണ പോലെ ഒന്നും കുഴക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ലൂസായിട്ട് തന്നെ ഉണ്ടാവുക. അടുത്തത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. മാവ് കുറച്ച് കൂടുതൽ സ്റ്റിക്കിയാന്ന് തോന്നി, അപ്പോൾ ഞാൻ 1/4 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ചേർത്തു. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് എടുക്കാം. ഇപ്പം അടയ്ക്ക് ആവശ്യമുള്ള മാവ് റെഡിയാണ്, അതിൻ്റെ ഫില്ലിങ്സ് റെഡിയാണ്. അപ്പോൾ ഇനി അടി ഉണ്ടാക്കാനായിട്ട് വാഴയില വേണം. വാഴയുടെ ഇല ഇതേപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അത് നന്നായി കഴുകി വൃത്തിയാക്കി തുടച്ച് റെഡിയാക്കുക. ഇനി കുഴച്ച് വെച്ച മാവിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇലയിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം എടുക്കുക. അതിലേക്ക് കൈയൊന്ന് മുക്കിയിട്ട് ഈ ഇലയിൽ വെച്ചേക്കുന്ന മാവ് ഇങ്ങനെ പരത്തിയെടുക്കുക. ഇതേപോലത്തെ ഒരു ചെറിയ ബോളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് എന്നിട്ട് തൊട്ട് പരത്തുക. നമ്മൾ മാവ് കുഴയ്ക്കുന്ന നേരത്ത് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ വെള്ളം തൊട്ട് പരത്തുന്നത് അത് കൈമ ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ അട ഉണ്ടാക്കുമ്പോൾ നമ്മൾ മാവ് നല്ലോണം നേരിയതായിട്ട് പരത്തിയെടുക്കണം. അപ്പോഴാണ് അട കഴിക്കുമ്പോഴും ടേസ്റ്റ്. പിന്നെ കട്ടിയിൽ അടയാവുമ്പോൾ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്ക് അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം. ഫില്ലിങ്സിൽ ഞാൻ മധുരമൊന്നും ചേർത്തിട്ടില്ല, കാരണം അതിൻ്റെ മാവിൽ ശർക്കരയൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ 2ലും മധുരം ചേർത്തിട്ടുണ്ടെങ്കിൽ കുറേ മധുരമായി പോവും. അപ്പം നിങ്ങൾക്ക് അതിലും മധുരം ചേർക്കണമെങ്കിൽ ചേർക്കാം. ഫില്ലിങ്സ് വെച്ചതിന് ശേഷം ഇലയുടെ മറ്റേ ഭാഗം മടക്കി കൊടുക്കുക. അതിനുശേഷം ഫില്ലിങ്സ് സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ പഴത്തിൻ്റെ അട റെഡിയാണ്. ഇതേപോലെ തന്നെ ബാക്കിയിൽ ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുക. ആവി വരാൻ തുടങ്ങുമ്പോൾ ഒരു പാത്രത്തിൽ അട ഇറക്കി വെക്കുക. ഇനി ഇത് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 12 മിനിറ്റ്സ് വേവിക്കുക. ഈ സമയത്തുകൊണ്ട് നമ്മുടെ അട വെന്തിട്ടുണ്ടാവും. അട ഇലയിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ അട കുക്കായിട്ടുണ്ടെന്ന് മനസ്സിലാവുക. അപ്പോൾ ജസ്റ്റ് ഇല പിടിക്കുമ്പോൾ തന്നെ അടയൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അട നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. അങ്ങനെ ഇതേപോലെ എല്ലാ അടയും വേവിച്ചെടുക്കുക. അട ഇങ്ങനെ ഇലയുടെ ആവിയിൽ വേവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് ഈ വിഷുവിന് നേരിട്ട് ഉണ്ടാക്കി നോക്കാം. ഇത് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകിട്ട് ചായക്ക് കടിയായിട്ടും ഒക്കെ അടിപൊളിയാണ്.
അപ്പം നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പഴത്തിൻ്റെ അട റെഡിയാണ്. പിന്നെ പഴം നല്ലോണം പഴുത്തിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാനായിട്ട് പലർക്കും മടിയാണ്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചിലവായിക്കോളും. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നോക്ക്, ഇലയുടെ ആ വരകളൊക്കെ അടയമ വീണിട്ടുണ്ട്. നല്ല വാഴയിലയുടെ മണമൊക്കെ വരുന്നുണ്ട്. പിന്നെ പഴവും നെയ്യും വാഴയുടെ ഇലയുടെ ആ മണവും എല്ലാം കൂടി ആവുമ്പോൾ അൺസൈക്കബിൾ ആണ്. ശരിക്കും കൊതിയാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതൊരു നൊസ്റ്റാൾജിയ തന്നെയാണ്. ആ കാഷ്നട്ടും മുന്തിരിയൊക്കെ തേങ്ങയുടെ കൂടെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.